വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയാണ് എങ്ങും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ IT ജംഗ്ഷൻ കട്ടപ്പന. കട്ടപ്പന നഗരസഭയുടെ മുന്നിൽ ചെയർപേഴ്സൺ ബീന ടോമി പതാക ഉയർത്തി. നഗരസഭാ കൌൺസിലർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, എക്സ് സർവീസ് ലീഗ് അംഗങ്ങൾ, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന, ബസ് സൗഹൃദ കൂട്ടായ്മ, റോട്ടറി ക്ലബ് അംഗങ്ങൾ, നഗരസഭാ ജീവനക്കാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിനാഘോഷം ഭരണഘടനാ ശില്പിയുടെ സ്മൃതി മണ്ഡപത്തിൽ അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ പതാക ഉയർത്തി ആഘോഷിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനും കട്ടപ്പന നഗരസഭാ കൌൺസിലറുമായ പ്രശാന്ത് രാജു, ജില്ലാ സെക്രട്ടറി പ്രസാദ് KR രാജൻ, ബിജു പൂവത്താനി, രാജീവ് രാജു, MK നാരായണൻ, രാജു AK, സുരേഷ് കൂത്രപ്പള്ളി എന്നിവർ പങ്കെടുത്തു. അവിടെ പ്രശാന്ത് രാജു വിഷ്വല്. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇമിഗ്രന്റ് അക്കാദമി. വിദേശ പഠനം ഇനി ഈസിയായി. IELTS, OET, ജർമ്മൻ എന്നിവയിൽ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ട്രെയിനിങ്ങിനുമായി ഇമിഗ്രന്റ് അക്കാദമി. വിദേശത്ത് എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, ചതിക്കുഴികൾ എങ്ങനെ തിരിച്ചറിയണം, ആശങ്കകളില്ലാതെ വിദേശ പഠനം ഇമിഗ്രന്റ് അക്കാദമി ഉറപ്പു നൽകുന്നു. ഫീസുകളില്ലാതെ സ്റ്റുഡന്റ് വിസകൾ. സ്വപ്നങ്ങൾ സാധ്യമാക്കൂ, വിദേശത്തേക്ക് പറക്കൂ. എസ്കലേറ്റ് യുവർ ഡ്രീംസ്. ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ IT ജംഗ്ഷൻ കട്ടപ്പന.